യു ടേൺ അടിക്കുന്നതിൻ്റെയും മലക്കം മറിയുന്നതിൻ്റെയും ആശാന്മാരായി പിണറായി സർക്കാർ മാറിയിരിക്കുന്നു. നിന്ന നിൽപ്പിൽ തന്നെ തീരുമാനമങ്ങ് മാറ്റിക്കളയും. നാണവും മാനവുമില്ലാത്തവർക്ക് അതൊരു അലങ്കാരമായി കാണുകയാണ്. പറഞ്ഞു വരുന്നത്, ആചാരങ്ങളെ ലംഘിക്കാൻ വേണ്ടി അമ്മിണിമാരെ മലകേറ്റിയ പിണറായിയും അദ്ദേഹത്തിൻ്റെ സർക്കാരും നേരെ മലക്കം മറിഞ്ഞിരിക്കുന്നു. ശബരിമലയിലെ സ്വർണമെല്ലാം മോഷ്ടിച്ചു കടത്തിയത് CPMൻ്റെ നേതൃത്വത്തിലുള്ളൊരു ഭരണമാണെന്ന് ജനങ്ങൾ വിശ്വസിച്ചതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ തിരിച്ചടി ഇനിയും ആവർത്തിക്കപ്പെടുമോ എന്നൊരു ഭയമാണ് പിണറായി സർക്കാരിനെ ഒരു മാറ്റത്തിന് പ്രേരിപ്പിച്ചത്. അതായത് യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച നിലപാട് തിരുത്താൻ സർക്കാർ ഒരുങ്ങുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശബരിമലയിൽ ആചാര സംരക്ഷണം വേണമെന്ന് സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടുകയും അയ്യപ്പൻ്റെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിക്കുകയും ചെയ്തുകൊണ്ട് മുൻ നിലപാടിൽ സുപ്രീം കോടതിയിൽ മാറ്റം വരുത്തുകയാണ് സർക്കാർ. അതോടെ ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തമാകുമെന്ന് പിണറായി കരുതുന്നു. അയ്യപ്പ സംഗമത്തിലും തട്ടിപ്പ് നടത്തിയതോടെ സ്വർണ്ണക്കൊള്ളകളെല്ലാം പിടിച്ചതല്ലാതെ മറ്റു ഗുണങ്ങൾ പിണറായിക്കുണ്ടായിട്ടില്ല. എന്നു മാത്രമല്ല, അയ്യപ്പ സംഗമത്തിലെ തട്ടിപ്പും പിടിച്ചു. ഇപ്പോൾ പ്രതികളായ പിണറായി ഭക്തന്മാർ എല്ലാം ചേരിതിരിഞ്ഞ് തല്ലുകൂടുകയാണ്. അതോടെ പിണറായിക്കുറപ്പായി അയ്യപ്പൻ്റെ കാര്യത്തിൽ യു ടേൺ അടിച്ചില്ല എങ്കിൽ പണി കിട്ടുമെന്നുള്ളത്. അതോടെയാണ് സുപ്രീം കോടതിയിൽ പോയി വാക്ക് മാറ്റി പറയാൻ തീരുമാനിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിശ്വാസികളെ ഒപ്പം നിർത്താൻ വേണ്ടിയാണ് പിണറായിയുടെ നിർദ്ദേശപ്രകാരം സർക്കാരിൻ്റെ മലക്കം മറിച്ചിൽ വന്നിരിക്കുന്നത്. നമുക്കറിയാം, 2018 സെപ്റ്റംബർ 28-നാണ് യുവതീ പ്രവേശം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധി വന്നത്. പുനഃപരിശോധനാ ഹർജികൾ വന്നപ്പോൾ സർക്കാർ ഈ വിധിയെ അനുകൂലിച്ചു. ശബരിമലയിലേക്ക് സ്ത്രീകളെ കയറ്റണമെന്ന് വാദിച്ചു. രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വരുന്ന യുവതികൾക്ക് മുഴുവൻ സർക്കാർ സംരക്ഷണം നൽകി. പക്ഷേ വിശ്വാസികൾ വിട്ടില്ല. അതിനുശേഷം രാത്രിയുടെ മറവിൽ 2 യുവതികളെ തെറ്റായ വഴിയിലൂടെ കൊണ്ടുവന്ന് മലകയറ്റി. മാത്രമല്ല, നവോത്ഥാന സമിതിയും വനിതാ മതിലുമായി യുവതീ പ്രവേശനത്തിനൊപ്പം നിൽക്കുകയായിരുന്നു സംസ്ഥാന സർക്കാർ ആ സമയങ്ങളിലെല്ലാം. അവസാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമ്പേ പരാജയപ്പെട്ടു. സ്വർണ്ണക്കൊള്ളയ്ക്ക് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ടതോടെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പിന്നാലെ സർക്കാരും നിലപാടിൽ നിന്ന് മലക്കം മറിയുന്നത്. സർക്കാർ കോടതിയെ നാളെ നിലപാടറിയിക്കും. ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ പരാജയമാണ് വാക്കുപാലിക്കാനും നിലപാടിൽ ഉറച്ചു നിൽക്കാനും കഴിയുന്നില്ല എന്നുള്ളത്. സ്ത്രീ സുരക്ഷ എന്നും പറഞ്ഞ് നിലപാടുകൾ ഇങ്ങനെ വായിൽ പറയുന്നതല്ലാതെ ഒരു സുരക്ഷയുമില്ലാത്ത കേരളത്തിൽ ഇപ്പോൾ യുവതീ പ്രവേശനം എന്ന പഴയ നിലപാടിൽ നിന്നും മലക്കം മറിഞ്ഞ് ഒരിക്കൽ കൂടി നാണം കെടുകയാണ് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ഇടതു സർക്കാരും.